ചേച്ചി കാണുന്നു. ഗുഡ് മോർണിംഗോ? എന്തോ പറഞ്ഞു. ചേച്ചി എന്താ കരഞ്ഞത് ബിഗ് ബോസില്? അനുമോളെ ചേച്ചി എപ്പോഴും കരയാറുണ്ട്. എന്താ വിഷമം വരുമ്പോ കരയും മോളു. മോള് കരഞ്ഞോ? അനുമോള് ചേച്ചി കരഞ്ഞപ്പോ മോള് കരഞ്ഞായിരുന്നോ? അനുമോള് ചേച്ചി കരഞ്ഞപ്പോ? ഇല്ല അല്ലേ? ഓ ബിഗ് ഫാനാണോ അനുമോള്? അന്നേ ചോദിക്കട്ടെ. ചെല്ല്. ഞാൻ ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം 2-3 എപ്പിസോഡ് കണ്ടു ഫസ്റ്റത്തെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ കരയുന്നത് മാത്രമേ ബിഗ് ബോസ് കാണിക്കുന്നുള്ളൂ. അപ്പൊ വീട്ടുകാർ പറഞ്ഞു ഇല്ല, ലൈവില് നീ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ബിഗ് ബോസ് എന്തുകൊണ്ട് ഞാൻ കരയുന്നത് മാത്രം എപ്പിസോഡിൽ 1 മണിക്കൂറായിട്ട് വിടുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എപ്പിസോഡൊക്കെയാണ് കണ്ടത് മോള്? ആണോ? കരയുന്നത് കണ്ടപ്പോ എന്ത് തോന്നി? ചിരി തോന്നിയോ? കരയാറുണ്ടോ മോള്? ഒന്നും സ്ട്രോങ് ആണല്ലേ? അപ്പൊ എന്നെ പോലെ ആവണ്ട കേട്ടോ. ഞാൻ ഭയങ്കര കരയുന്ന ഒരാളാണ്. എന്നെ പോലെ കരയുന്ന ഒത്തിരി പേരുണ്ട്. കാരണം എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാനും അനുവിനെ പോലെയാണ്, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, പിന്നെ പറയുന്നവര് പറഞ്ഞോട്ടെ എന്നൊക്കെ വെച്ച് പറയാറുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ ഇപ്പോഴും എനിക്ക് സങ്കടം വന്ന കരയും. അതെനിക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സ്വഭാവമല്ല. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം കുറച്ചും കൂടെ സ്ട്രോങ് ആയി. പല സിറ്റുവേഷനും അത് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ പഠിച്ചു. മുമ്പത്തെക്കാളും കുറെ കാര്യങ്ങൾ പഠിച്ചു ബിഗ് ബോസ് എന്നുള്ള ഷോ കൊണ്ട്. ചോദിക്കാണ്ടോ? നല്ലൊരു കൈയടി കൊടുത്ത നമുക്ക് മോളെ കൂടെ അനുവദിക്കാം കേട്ടോ. ഇവിടെ ഒരാൾക്ക് അവിടെ അല്ല, അവിടെ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പേര് പറഞ്ഞു. ഹായ് അനു, മൈസെൽഫ് റഹീന. ഞാനിവിടെ വരാൻ യോഗ്യത ഉണ്ടോന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ വളരെ ചുരുക്കം എപ്പിസോഡ് മാത്രം കണ്ട ഒരാളാണ്. ബട്ട് ഞാൻ ഇവിടെ വരാനുള്ള കാരണം എന്റെ കൂടെ ഒരു ചേച്ചി വന്നിട്ട്, സുജാത ചേച്ചി. ആക്ച്വലി നമ്മള് റൂംമേറ്റ്സ് ആണ്. ഓക്കെ, ഇപ്പൊ ദുബായില് ബെഡ് സ്പേസിൽ നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു ബുദ്ധിമുട്ടില് ഈ ചേച്ചി നിങ്ങൾ എല്ലാരും പറഞ്ഞത് 24/7 കണ്ടിരിക്കുകയാണ് അനുമോളെ. ഞങ്ങള് കിച്ചണിൽ പോകുമ്പോഴുണ്ടാവും കൈ അടിക്കുന്നുണ്ടാവും അനുമോൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങള് കിച്ചൺ റൂമിൽ ഇരിക്കുമ്പോഴുണ്ടാവും അനുമോളുടെ കൂടെ കരയുന്നുണ്ടാവും എവറി ടൈം. ചില ദിവസം 1 മണി 2 മണി വരെയൊക്കെ ഉണ്ടാവും വീഡിയോ കാണുന്നു. നമ്മൾ അതിശയപ്പെടാറുണ്ട്. എന്നിട്ടും ഞങ്ങൾ പറയാറുണ്ട്, സുജാ ചേച്ചി ഉറങ്ങണ, നാളെ കാണാം. ചില ദിവസം അനു ഓഫീസിൽ പോവാറില്ല. അനുവിനെ രാത്രി കണ്ടിട്ട് രാവിലെ ഓഫീസിൽ പോവാതിരുന്ന ദിവസമുണ്ട്. സോ PR എന്ന് പറഞ്ഞിട്ട് പറയുന്നവരോട് മോഹൻലാൽ പറയുന്നത് പോലെ പോടാ പുല്ലെന്ന് പറയാ. ഓക്കെ, നിങ്ങളുടെ മുന്നിലും പിന്നിലും നിങ്ങളുടെ PR എന്ന് പറയുന്നത് ഇവര് തന്നെയാണ്. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. Then one more request, you must take a photo with her. Sure. Because ഇവിടെ വരുമ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൂച്ചെണ്ട് വാങ്ങാൻ പോയിട്ട് നമ്മൾ ഓടി നടന്നിട്ട് വന്നതാണ്. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. സുജാത ചേച്ചി വന്നിട്ടുണ്ടോ? ചേച്ചി ഒന്ന് എഴുന്നേറ്റിക്കോ. ഈ ചേച്ചി ആ പറയുന്നതോടൊപ്പം തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഔട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു പേര് കൊടുക്കാം നമുക്ക്. ചേച്ചി പറഞ്ഞൊരു കാര്യങ്ങള് ഞാൻ പിടിച്ചു നിൽക്കുള്ളൂ. ഇല്ല, ഇത് My name is Sujata. ഞാനൊരു കൊമേഴ്സ്യൽ ബാങ്ക് ദുബായ് CBDയുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വർക്ക് ചെയ്യാണ്. നാട്ടിലായിരുന്നു, 2 വർഷമായിട്ടുണ്ട്. അനുമോളെ ടമാപ്പാഴ മുതൽ ടമാജിന് കൊണ്ട് ഫാനാണ് നാട്ടിലൊക്കെ മുതൽ. പക്ഷേ നാട്ടിൽ പോകുന്ന ശേഷം നമുക്ക് ബിഗ് ബോസ് സീസണൊക്കെ കാണാറുണ്ടെങ്കിൽ ഈ 7 എന്ന് പറഞ്ഞ സീസൺ ഒരു അഡിക്റ്റ് ആയി മാറി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്ന സമയം കിട്ടാറില്ല. ഞാൻ സ്റ്റാർ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിരുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആൾക്ക് വേണ്ടിയിട്ട് അത് ആളെ കാണാനും അയാൾക്ക് എന്ത് സംഭവിക്കുന്നു, നാളെ എന്താണ്, ഇന്നെന്താ സംഭവിക്കുന്നത്, എന്തുമാത്രം ടോർച്ചറിങ് ആയാലും നേരിടുമ്പം അവരെങ്ങനെയാണ് ഫേസ് ചെയ്യുന്നു എന്ന് കാണാനും ആസ് എ വുമൺ ഐ ആം വെരി ഈഗർ ടു നോ ദാറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ഹർ. സോ സ്റ്റാർ പ്ലസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ബിഗ് ബോസിന്റെ ചാനലിൽ എല്ലാം കാണിക്കുന്നുണ്ട്. ഡേ ടു ഡേ എപ്പിസോഡായിട്ട് ഞാൻ കണ്ടിന്യൂസ് ചെയ്യുന്ന എല്ലാ എപ്പിസോഡ്സും. ആക്ച്വലി ഞാൻ ബിഗിനിങ് ഞാൻ കണ്ടിട്ടില്ല.
പക്ഷേ അനുമോളെ എന്നാണ് വാച്ച് ചെയ്ത് തുടങ്ങി അന്ന് തൊട്ടേ കണ്ടിന്യൂസ് കാണാൻ തുടങ്ങി. സ്റ്റാർ പ്ലസ് എന്ന് പറഞ്ഞൊരു ചാനൽ കണ്ടിന്യൂ ലാസ്റ്റ് ഫൈനൽ വരെ എനിക്ക് ലൈവ് കാണാൻ പറ്റുന്നില്ലായിരുന്നു, അതായത് വിന്നിങ് എപ്പിസോഡ്. സോ ഐ ആസ്ക്ഡ് മൈ മദർ ടു show me the video, means live from the TV, but I couldn't able to see from here. But somebody has given a live from the YouTube channel. Continuously I watched the means winning episode. Means ഞാൻ കണ്ടിരുന്നു അനു വാങ്ങുന്ന ട്രോഫി എല്ലാം. ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞത്. കാരണം നമുക്ക് ഞാൻ ഉരുമയത്താണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ ഇവിടുന്ന് ജേർണി എന്ന് പറയുമ്പോൾ ഭയങ്കര നമുക്ക് വരാനൊക്കെ കുറച്ച് നൈറ്റ് മെട്രോ ഉണ്ടാവില്ല. അപ്പം ഞാൻ എൻ്റെ റൂംമേറ്റ്സിനെ ഒരു ആഡ് ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിൽ ചാടി ചെയ്തിട്ടാണ് കൂട്ടി വന്നത്, അതിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രം. ഇത്രയൊന്നും പറഞ്ഞത് ഞാൻ ആവശ്യപ്പെട്ടതല്ല, ഞാൻ അവിടെ ഇരുന്നപ്പം അദ്ദേഹം അറിയാതെ പറഞ്ഞതാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. ശരിക്കും ഇതാണ് എന്റെ വിജയം അല്ലേ? എന്റെ ഇതാണ് PR. എനിക്ക് എന്നും സ്നേഹം മാത്രം. അയ്യോ, ഞാൻ സത്യം പറഞ്ഞ എന്താ പറയാന്നറിയില്ല. നമുക്ക് സ്നേഹിക്കാൻ അറിയൂ, അതിനെ പോലെ ഞാനും അങ്ങനെ തന്നെയാ. ഞാനും ഒരു സെൻസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് അറിയാതെ കരഞ്ഞു പോയത്. എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ 24 മണിക്കൂർ നമ്മൾ ലൈവ് കാണുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. എനിക്ക് എന്തായാലും ലൈവ് എനിക്ക് കാണാൻ പറ്റില്ല, കാരണം എൻ്റെ മാത്രമാണ് ലൈവിൽ കാണിച്ചുകൊണ്ടിരുന്നത്. കാരണം അല്ല, ഞാൻ വീട്ടിൽ ചേച്ചിയുടെ അമ്മയോട് ചോദിച്ചു ലൈവിൽ, അപ്പൊ പറയുന്നുണ്ട് ലൈവിൽ നിന്നെ നന്നായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു, നിന്റെ പോസ്റ്റ് കൂടുതലും കാണിച്ചിരുന്നതെന്ന്. ഒരുപാട് സന്തോഷം. ബിഗ് ബോസിനോട് ഒരുപാട് നന്ദിയാണ് ഞാൻ അറിയിക്കുന്നത്, കാണിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. കാരണം ഞാൻ പല സിറ്റുവേഷനിലും സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ ചിന്തിക്കുന്നതെന്നറിയാമോ, ഇതൊക്കെ എപ്പിസോഡ് ഞാൻ ചിന്തിച്ച് എന്നെ ബിഗ് ബോസും ദൈവവും മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. ഞാൻ എന്താണ് ഇവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇവിടെ സ്ട്രഗിൾ ചെയ്തത്, അല്ലെങ്കിൽ അതൊക്കെ ബിഗ് ബോസും ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മാത്രമേ കാണുന്ന വിചാരിച്ചു, ദൈവവും മാത്രം. പക്ഷെ ഇറങ്ങിയ ശേഷം മനസ്സിലായി ലൈവിലൂടെ എല്ലാം കാണുന്നുണ്ടെന്ന്. അപ്പൊ ഒരുപാട് സന്തോഷവും ബിഗ് ബോസിനോട് ഒരുപാട് നന്ദിയുണ്ട് അതിന്. താങ്ക് യു. ഇതാണ് അനുമോളെ നേരത്തെ പറഞ്ഞ PR. ഇതൊക്കെയാണ് കേട്ടോ, ഇതൊക്കെയാണ്. അനുമോളെ ഇരിക്കാം. അവിടെ ആരോ ചോദ്യം തയ്യാറാക്കി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആരായിരുന്നു അവിടെ? ചോദിച്ചോളൂ. അനുമോൾ, എന്റെ പേര് മുംതാസ് എന്നാണ്. ഞാൻ ഏഷ്യാനെറ്റിന്റെ 2-3 പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതില് അനീഷിന്റെ കൂടെ ഞാനൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അനീഷിന്റെ ഒരു സുഹൃത്തു കൂടിയാണ്. സെൽമി ദി ആൻസർ എന്നുള്ള പ്രോഗ്രാമിൽ ഞാൻ അനീഷ് ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, അനീഷിനെ എനിക്ക് അറിയാം. അപ്പം ബിഗ് ബോസിനകത്തുള്ള അനീഷും അതിനുശേഷമുള്ള അനീഷും, അതായത് അത് ഗെയിമിന്റെ സ്ട്രാറ്റജി ആണോ അല്ലാതെ പുറത്തുള്ള അനീഷുമായിട്ടുള്ള ഇപ്പോഴും ആ ഒരു ഇത് എങ്ങനെയാണെന്ന് അറിയാനുള്ള ആഗ്രഹം. അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞാൻ അനീഷിനെ കണ്ടിട്ട് കൂടിയില്ല. ഒരു തവണ കണ്ടു, നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ പ്രോഗ്രാമിന്റെ അന്ന് കണ്ടതാണ്. പിന്നെ പുറത്തുള്ള അനീഷേട്ടൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇറങ്ങിയ ശേഷമാണ് അനീഷേട്ടന്റെ പേജ് കാണുന്നതും ഇൻസ്റ്റാഗ്രാം പേജ് കാണുന്നതും പുള്ളി നന്നായിട്ട് അഭിനയിക്കുന്നത്, അതായത് റീൽസ് ഒക്കെ ചെയ്യുന്ന ആൾ, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആളാന്ന് മനസ്സിലായത്. പിന്നെ ഇതൊരു ഷോ ആയതുകൊണ്ട് നമുക്കതിനകത്ത് അറിയാം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അവിടെ നിൽക്കാം. ഇപ്പൊ ഗെയിമിന്റെ ഭാഗമായിട്ട് അഭിനയിച്ച് നിൽക്കാം, ജെന്യുനായിട്ട് നിൽക്കാം. ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല അനീഷേട്ടൻ എങ്ങനെയാണ് നിന്നെന്നുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് അനീഷേട്ടന്റെ പേഴ്സണൽ എനിക്ക് പരിചയമില്ല. ഒന്ന് ഇറങ്ങിയ ശേഷം ഒരു കോണ്ടാക്റ്റും ഇല്ല, അത്രേ അറിയുള്ളൂ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.